ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം. സ്വയം ദുർബലനാണെന്ന് ചിന്തിക്കുന്നത് ഏറ്റവും വലിയ പാപമാണ്. സ്വാമി വിവേകാനന്ദൻ. വിശ്വസിക്കുക, വിജയിക്കുക. നിങ്ങളുടെ ലക്ഷ്യങ്ങളിലേക്കുള്ള യാത്രയിൽ പ്രചോദനം നൽകുന്ന വാക്കുകൾ. നിങ്ങളുടെ ശക്തിയിൽ വിശ്വസിക്കുക. ഓരോരുത്തരിലും അസാധാരണമായ കഴിവുകളും സാധ്യതകളും ഉറങ്ങിക്കിടക്കുന്നു. നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടാൻ നിങ്ങൾക്ക് കഴിവുണ്ടെന്ന് വിശ്വസിക്കുകയാണ് ആദ്യപടി. പരിമിതികളെ മറികടക്കുക. ദൗർബല്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതിനു പകരം നിങ്ങളുടെ ശക്തികളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. കഠിനാധ്വാനവും ഏത് തടസ്സങ്ങളെയും മറികടക്കാൻ നിങ്ങളെ സഹായിക്കും. സ്വയം സംശയിക്കരുത്. നിങ്ങളുടെ സ്വപ്നങ്ങളെ പിന്തുടരാൻ ധൈര്യം കാണിക്കുക. സംശയങ്ങളെ തുരത്തുകയും വിജയത്തിൽ ഉറച്ച വിശ്വാസം നിലനിർത്തുകയും ചെയ്യുക. പരാജയങ്ങളിൽ നിന്ന് പഠിക്കുക. തെറ്റുകൾ നിങ്ങളുടെ യാത്രയുടെ ഭാഗമാണ്. ഓരോ തെറ്റിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊണ്ട് മുന്നോട്ട് പോകുക. തടസ്സങ്ങളും പിഴവുകളും നിങ്ങളെ നിരുത്സാഹപ്പെടുത്താൻ അനുവദിക്കരുത്. നിങ്ങളുടെ ലക്ഷ്യം നേടാൻ നിരന്തരം പരിശ്രമിക്കുക. പ്രതിബദ്ധതയുടെ ശക്തി കണ്ടെത്തുക. നിങ്ങളുടെ ലക്ഷ്യങ്ങളോട് പൂർണ്ണമായും പ്രതിജ്ഞാബദ്ധരാകുക. ക്ഷമയോടെയും ദൃഢനിശ്ചയത്തോടെയും നിങ്ങളുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കുക. ചുറ്റുപാടുകളിൽ നിന്ന് പ്രചോദനം തേടുക. നിങ്ങളെ പ്രചോദിപ്പിക്കുന്ന വ്യക്തികളെയും കഥകളെയും കണ്ടെത്തുക. അവരുടെ വിജയങ്ങളിൽ നിന്ന് പഠിക്കുകയും നിങ്ങളുടെ യാത്രയിൽ പ്രചോദനം ഉൾക്കൊള്ളുകയും ചെയ്യുക. പോസിറ്റിവിറ്റിയിൽ നിലനിൽക്കുക. ഒരു നല്ല മനോഭാവം നിങ്ങളുടെ യാത്രയിൽ നിർണായകമാണ്. നെഗറ്റീവിറ്റിയെ അകറ്റി നിർത്തുകയും ചിന്തകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യുക. ചെറിയ വിജയങ്ങൾ ആഘോഷിക്കുക. ഓരോ നേട്ടവും, എത്ര ചെറുതാണെങ്കിലും, അംഗീകരിക്കുകയും ആഘോഷിക്കുകയും ചെയ്യുക. ഇത് നിങ്ങളുടെ പ്രചോദനം നിലനിർത്താൻ സഹായിക്കും. കഠിനാധ്വാനം ചെയ്യുക. വിജയത്തിന് പകരം വയ്ക്കാൻ കഴിയാത്ത ഒന്നാണ് കഠിനാധ്വാനം. നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടാൻ നിരന്തരം പരിശ്രമിക്കുകയും അർപ്പണബോധത്തോടെ പ്രവർത്തിക്കുകയും ചെയ്യുക. നിങ്ങളുടെ ലക്ഷ്യങ്ങൾ കാഴ്ചപ്പാടിൽ സൂക്ഷിക്കുക. നിങ്ങൾ എവിടെ എത്താൻ ആഗ്രഹിക്കുന്നു എന്നതിനെക്കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാട് വികസിപ്പിക്കുക. നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ കാണുകയും അവയെ നേടുന്നതിനുള്ള പാതയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യുക. വിജയികളുടെ കൂട്ടായ്മ തേടുക. നിങ്ങളുടെ മേഖലയിലെ വിജയികളുമായും വിദഗ്ധരുമായും ബന്ധം സ്ഥാപിക്കുക. അവരുടെ അനുഭവങ്ങളിൽ നിന്ന് പഠിക്കുകയും അവരുടെ പിന്തുണ തേടുകയും ചെയ്യുക. എല്ലായ്പ്പോഴും പഠിക്കുന്നവരായിരിക്കുക. പഠനം ഒരു ജീവിതകാല യാത്രയാണ്. പുതിയ കാര്യങ്ങൾ പഠിക്കാനും നിങ്ങളുടെ അറിവ് വികസിപ്പിക്കാനും എന്നും തയ്യാറാവുക. നിങ്ങളുടെ ആരോഗ്യം പരിപാലിക്കുക. ശാരീരികവും മാനസികവുമായ ആരോഗ്യം നിങ്ങളുടെ വിജയത്തിന് അടിസ്ഥാനമാണ്. ആരോഗ്യകരമായ ജീവിതശൈലി നയിക്കുകയും മനസ്സിന്റെ സന്തുലിതാവസ്ഥ ഉറപ്പാക്കുകയും ചെയ്യുക. കൃതജ്ഞതയുള്ളവരായിരിക്കുക. നിങ്ങളുടെ ജീവിതത്തിലെ അനുഗ്രഹങ്ങൾക്കും അവസരങ്ങൾക്കും നന്ദി പറയുക. ഒരു ചെറിയ ഗ്രാമത്തിൽ ദേവി എന്ന പേരുള്ള ഒരു ദയയും ബുദ്ധിശക്തിയുമുള്ള പെൺകുട്ടി ഉണ്ടായിരുന്നു. ഗ്രാമത്തിന്റെ അരികിലുള്ള ഒരു കുന്നിൻ മുകളിലായിരുന്നു അവളുടെ വീട്. ഒരു ദിവസം ക്ഷേത്രത്തിലേക്കുള്ള വഴിയിൽ ദേവിക്ക് ഒരു മുടന്തനായ ആൺകുട്ടിയെ കാണാൻ കഴിഞ്ഞു. അവൻ ഭാരം വലിക്കാൻ പാടുപെടുന്നു. ആൺകുട്ടിയെ രാഹുൽ ഗ്രാമത്തിലുള്ളവർ നിന്ദിക്കുകയും പരിഹസിക്കുകയും ചെയ്തു. അവനെ ദുർബലൻ എന്ന് വിളിച്ചു. ദേവിക്ക് സഹതാപം തോന്നി. അവൾ തന്റെ വഴിയിൽ നിന്ന് മാറി രാഹുലിനെ സഹായിച്ചു. ദേവി അവന്റെ ഭാരമുയർത്തി വണ്ടി വലിക്കാൻ സഹായിച്ചപ്പോൾ രാഹുലിന്റെ മുഖത്ത് ഒരു ചെറുപുഞ്ചിരി വിടർന്നു. ആ നിമിഷം മുതൽ അവർ സുഹൃത്തുക്കളായി. ഒരു ദിവസം ദേവി രാഹുലിനോട് അവന്റെ സ്വപ്നങ്ങളെക്കുറിച്ച് ചോദിച്ചു. നിരാശനായ രാഹുൽ ആളുകൾ തന്നെ പരിഹസിക്കുമെന്നും അവനൊന്നും ചെയ്യാൻ കഴിയില്ലെന്നും സ്വയം പറഞ്ഞുകൊണ്ടിരുന്നു എന്നായിരുന്നു മറുപടി. ദേവിയുടെ കണ്ണുകളിൽ തിളക്കം നിറഞ്ഞു. അവൾ പറഞ്ഞു, രാഹുൽ, ഏറ്റവും വലിയ പാപം സ്വയം ദുർബലനാണെന്ന് ചിന്തിക്കുന്നതാണ്. നിങ്ങൾക്ക് കഴിവുകളുണ്ട്. നിങ്ങളുടെ സ്വപ്നങ്ങൾ പിന്തുടരാൻ കഴിയും. നിന്നെ ആരും പരിഹസിക്കുന്നതിനു മുമ്പായി നീ നിന്നിൽ വിശ്വസിക്കാൻ പഠിക്കണം. ഈ വാക്കുകൾ രാഹുലിന്റെ ഹൃദയത്തെ സ്പർശിച്ചു. ദേവിയുടെ നിരന്തരമായ പ്രോത്സാഹനവും പിന്തുണയും കൊണ്ട് രാഹുൽ ദിവസവും ശക്തനായിത്തീർന്നു. അവൻ ദേവിയോടൊപ്പം നടക്കാൻ തുടങ്ങി. പതുക്കെ അവന്റെ കാലുകൾക്ക് ശക്തി ലഭിച്ചു. ഗ്രാമീണർ ഈ മാറ്റം കണ്ടു അമ്പരന്നുപോയി. എന്നാൽ ദേവിയും രാഹുലും അത് ശ്രദ്ധിച്ചില്ല. കാലക്രമേണ രാഹുൽ തന്റെ വണ്ടിക്ക് പകരം നടക്കാൻ തുടങ്ങി. അവൻ സ്വപ്നം കാണാൻ ധൈര്യപ്പെട്ടു. ഒരു കർഷകനാകുക എന്നതായിരുന്നു അവന്റെ ആഗ്രഹം. ദേവിയുടെ സഹായത്തോടെ രാഹുൽ കൃഷിരീതി പഠിക്കാൻ തുടങ്ങി. അധികം താമസിയാതെ അയാൾക്ക് സ്വന്തമായി ഒരു ചെറിയ തോട്ടമുണ്ടായിരുന്നു. രാഹുലിന്റെ വിജയം ഗ്രാമത്തിലുടനീളം പടർന്നു. അവനെ പരിഹസിച്ചവർ പോലും അവൻ കാണിച്ച ദൃഢനിശ്ചയവും സ്ഥിരോത്സാഹവും കണ്ട് പ്രചോദനം ഉൾക്കൊണ്ടു. ദേവിയും രാഹുലും ഗ്രാമത്തിലെ പുതിയ വെളിച്ചങ്ങളായി. ദുർബലൻ എന്ന് ആര് മുദ്രയടിക്കപ്പെട്ടാലും നേടിയെടുക്കാൻ കഴിയുന്നതിന്റെ ജീവിക്കുന്ന തെളിവായിരുന്നു അവർ.
ഈ കഥ ഇന്ത്യൻ സമൂഹത്തിലെ സാധാരണ പ്രശ്നങ്ങളെ പ്രതിഫലിപ്പിക്കുന്നു, വൈകല്യമുള്ളവരെ പാർശ്വവൽക്കരിക്കുന്നതും അവരുടെ കഴിവുകളെ അവഗണിക്കുന്നതും. ഇത് ഇനിപ്പറയുന്ന ശക്തമായ സന്ദേശങ്ങൾ നൽകുന്നു. ആന്തരിക ശക്തിയുടെ ശക്തി, പവർ ഓഫ് ഇന്നർ സ്ട്രെങ്ത്, സ്വയം ദുർബലനായി കണക്കാക്കുന്നതാണ് ഏറ്റവും വലിയ പാപം എന്നത് സത്യമാണ്. ആത്മവിശ്വാസവും സ്വയം വിശ്വസിക്കുന്നതും അതിരുകളില്ലാത്ത കാര്യങ്ങൾ നേടിയെടുക്കാൻ നമ്മളെ പ്രാപ്തരാക്കും. പിന്തുണയുടെ പരിവർത്തന ശക്തി, ട്രാൻസ്ഫോർമേറ്റീവ് പവർ ഓഫ് സപ്പോർട്ട്. രാഹുൽ സ്വയം വിശ്വസിക്കാൻ തുടങ്ങുന്നത് ദേവിയുടെ സ്ഥിരമായ പ്രോത്സാഹനവും വിശ്വാസവും കാരണം മാത്രമാണ്. മറ്റുള്ളവരിൽ നല്ലത് കാണുന്നതും അവരെ പിന്തുണയ്ക്കുന്നതും അവരുടെ ജീവിതം മാറ്റിമറിക്കാൻ കഴിയും. പരിമിതികൾ മറികടക്കൽ, ഓവർകമ്മിങ് ലിമിറ്റേഷൻസ്. നമ്മുടെ പരിമിതികൾ നമ്മെ നിർവചിക്കുന്നില്ല. ദൃഢനിശ്ചയത്തോടെയും അർപ്പണബോധത്തോടെയും നമുക്ക് ഏത് തടസ്സവും മറികടക്കാനാകും. മറ്റുള്ളവരെ പ്രചോദിപ്പിക്കുക, ഇൻസ്പയറിംഗ് അതേഴ്സ്. ഒരാളുടെ വിജയം അവരെ ചുറ്റിപ്പറ്റിയുള്ളവരെ ഉയർത്താനുള്ള ശക്തിയുണ്ട്. രാഹുലിന്റെയും ദേവിയുടെയും കഥ ഗ്രാമത്തിലെ എല്ലാവർക്കും പ്രചോദനമായി. ജയ് ഹിന്ദ്. നിങ്ങളുടെ സമയത്തിനും ശ്രദ്ധയ്ക്കും നന്ദി. ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് പ്രചോദനമാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും വീഡിയോ ലൈക്ക് ചെയ്യാനും അഭിപ്രായമിടാനും പങ്കിടാനും ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. ഇതുപോലെയുള്ള മോട്ടിവേഷണൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.